മുഖ്യമന്ത്രി പിണറായി വിജയനോട് പതിവായി കൊമ്പ് കോർക്കാറുള്ള ഒരു വ്യക്തിയാണ് കിറ്റക്സ് ഗ്രൂപ്പിന്റെ MD സാബു ജേക്കബ്. 2020 എന്ന രാഷ്ട്രീയ പാർട്ടി CPM-ന് പലപ്പോഴും ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ചില പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളാണ് പുതിയ ചർച്ചകൾക്ക് ആധാരം. CPM-ന് ഏറ്റവും അധികം സംഭാവന നൽകിയത് കിറ്റക്സ് ഗ്രൂപ്പാണെന്ന്. 2022-2023 സാമ്പത്തിക വർഷം CPM-ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് സർക്കാരുമായി നിരന്തരം കൊമ്പുകോർക്കുന്ന കിറ്റക്സ് ഗ്രൂപ്പിൽ നിന്ന്. സംഭാവന നൽകിയവരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ചുള്ള വിവരമുള്ളത്. 30 ലക്ഷം രൂപയാണ് ചെക്ക് വഴി കിറ്റക്സ് CPM-ന് കൈമാറിയത്. ദേശീയതലത്തിൽ സംഭാവന നൽകിയവരുടെ പട്ടികയിൽ രണ്ടാമതാണ് കമ്പനി. 56 ലക്ഷത്തിലധികം രൂപ സംഭാവന നൽകിയ CITU കർണാടക സംസ്ഥാന കമ്മിറ്റിയാണ് പട്ടികയിൽ ഒന്നാമത്. പാർട്ടിയുടെ വരവ് ചെലവ് കണക്കുകൾക്കും സംഭാവനകൾ സംബന്ധിച്ച പ്രസ്താവനയ്ക്കുമൊപ്പം സമർപ്പിച്ച ഫോം 24-ലാണ് സംഭാവന നൽകിയവരുടെ വിവരങ്ങളുള്ളത്. 20,000 രൂപയ്ക്ക് മേൽ സംഭാവന നൽകുന്നവരുടെ വിവരങ്ങളാണ് ഈ ഫോമിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെ CPM-ന് ആകെ ലഭിച്ചത് 6 കോടിയിലധികം രൂപയാണ്. CPM-ന് സംഭാവന നൽകിയത് സാമാന്യ മര്യാദയുടെ പേരിലാണെന്ന് ഇത് സംബന്ധിച്ച് കിറ്റക്സ് ചെയർമാൻ സാബു ജേക്കബ് പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫണ്ട് ചോദിച്ച് സമീപിച്ചിരുന്നു. സാമാന്യ മര്യാദയുടെ പേരിൽ സംഭാവന നൽകി. അത് തികച്ചും സ്വാഭാവികമായ നടപടിയാണ്. അല്ലാതെ അവരെ പേടിയുള്ളത് കൊണ്ടല്ല പണം നൽകിയത്. പണം വാങ്ങിയ ശേഷവും അവർ ഞങ്ങൾക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യേണ്ടത് അവരുടെ തത്വങ്ങളെയാണെന്ന് സാബു ജേക്കബ് പറഞ്ഞു. ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമാണ് സംഭാവന നൽകിയതെന്നും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു അതെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. എന്നാൽ ഇത് സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും സംഭാവനകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അക്കൗണ്ട്സ് വിഭാഗമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിൽ നിന്ന് വ്യക്തികൾ, സ്വർണ്ണ വ്യാപാരികൾ, ബിൽഡർമാർ എന്നിവരിൽ നിന്നാണ് CPM-ന് സംഭാവനകൾ ഏറെയും ലഭിക്കുന്നത്. ഏതായാലും നേർക്കുനേർ കാണുമ്പോൾ പൊരിഞ്ഞ പോരാട്ടം നടത്തുന്ന CPM-ഉം കിറ്റക്സ് സാബുവും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെ ഇനി കൂടുതൽ എന്ത് പറയുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.